ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മുടെ ലാസ്റ്റ് ഇന്നലെ നമ്മൾ ലൈവ് കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സും കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ആദ്യമായിട്ട് നോക്കാം. കമ്പയർ ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇൻഡ് എ ഇസ് ഇക്വൽ ടു 5, ഇൻഡ് സ്റ്റാർ ഐ ഇസ് ഇക്വൽ ന്യൂ ഇൻഡ് 5. ഓക്കെ, ന്യൂ ഇൻഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഇതാണ്, ന്യൂ ഇൻഡ് 5 അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റ് സാധാരണ ന്യൂ ഇൻഡ് 5. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയല്ല, സാധാ ഒരു വേരിയബിൾ, പാവം ഒരു വേരിയബിൾ. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു വേരിയബിളിനെ ആണെങ്കിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തേക്കണം അല്ലേ? യെസ്. ഓക്കെ, പക്ഷെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരികയാണെങ്കിൽ ഒരു ഇൻഡിജർ പോയിന്ററിലോട്ടാണെങ്കിൽ എന്ത് ചെയ്തേക്കുന്നത് മക്കളെ? ആ പുതിയതായിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തോ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ടൈമിലാണെങ്കിൽ വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്തേക്കാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതാണ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഡിഫറൻസ് ആണ്. സാധാ വേരിയബിൾ ഡിക്ലറേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ടൈമിലുള്ള വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. നെക്സ്റ്റ് നോക്കാം. റീഡ് ദ സ്ട്രക്ചർ ഡെഫിനിഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സ്ട്രക്ചർ സാമ്പിൾ ഇൻഡ് നം ക്യാർ സ്റ്റാർ STR ക്യാർ SPTR. Write the C++ statement to dynamically allocate a location for sample type and to store its address in SPTR. മക്കളെ, സാമ്പിൾ ടൈപ്പിലുള്ള ഒരു ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്യുക. എങ്ങനെ ചെയ്യാം മക്കളെ? പുതിയതായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ തന്നെ ടൈപ്പ് വേരിയബിൾ SPTR ആണ്. അപ്പോൾ SPTR ഇസ് ഈക്വൽ ടു ന്യൂ സാമ്പിൾ ടൈപ്പാണ് ന്യൂ സാമ്പിൾ. നെക്സ്റ്റ് എടുത്ത് നോക്കാം. റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ് ടു ഇൻപുട്ട് ദ ഡേറ്റ ഇൻടു ലൊക്കേഷൻ പോയിന്റ് ടു ബൈ SPTR വെച്ചിട്ട് പോയിന്റ് ചെയ്യുന്നതിലോട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ നമ്മും STR നമുക്ക് ഇൻപുട്ട് കൊടുക്കണം. എങ്ങനെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. C ഇൻ SPTR സ്ട്രക്ചർ വേരിയബിൾ ആണ്. അത് സ്ട്രക്ചർ വേരിയബിൾ മാത്രമല്ല പോയിന്റർ വേരിയബിൾ ആണ്. പോയിന്റർ വേരിയബിളിനെയും എലമെന്റ്സിനെ ആക്സസ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഈ പറഞ്ഞ പോയിന്റർ വേരിയബിള് ആരോ മാർക്ക് നല്ല ഹൈഫൺ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. C ഇൻ SPTR ആരോ മാർക്ക് STR സെക്കൻഡ് എലമെന്റ് ആണ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. മോഡിഫൈ ദി സ്ട്രക്ചർ എസ് എ സെൽഫ് റഫറിംഗ് സ്ട്രക്ചർ. ഇതിനെ എങ്ങനെ സെൽഫ് റഫറിംഗ് സ്ട്രക്ചർ ആക്കാൻ പറ്റൂടാ? ഞാൻ ഇവിടെ വെക്കാം. ഇവിടെ എന്താ മക്കളെ? 2 എലമെന്റ്സ് STR ഒരു എലമെന്റ് ആണ്, അത് പോയിന്റർ വേരിയബിൾ ആണ് മക്കളെ. അപ്പൊ ഈ പോയിന്റർ വേരിയബിൾ സെയിം സ്ട്രക്ചറിന്റെ പോയിന്റ് എന്ന് കാണിച്ചാൽ പോരാടാ. അപ്പൊ സെയിം സ്ട്രക്ചറിന്റെ പോയിന്റ് പേര് നോക്കളെ സാമ്പിൾ എന്നാണ്. അപ്പൊ സാമ്പിൾ സ്റ്റാർ STR എന്ന് കൊടുത്തു. അപ്പൊ ഇതെന്താ മക്കളെ? സെയിം സ്ട്രക്ചറിലോട്ട് തന്നെ പോയിന്റ് ചെയ്തേക്കുന്നു. ഓക്കെ, യെസ്. Next you come. Complete the following structure definition and answer the structure definition to store student details with appropriate values. Students details are roll number, name, height. ഇവിടെ വെക്കാം. എങ്ങനെ നമുക്ക് നോക്കടാ? സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ റോൾ നമ്പറും നെയിമും ഹൈറ്റും ആണ് അല്ലേ? അപ്പൊ സ്ട്രക്ചർ സ്റ്റുഡൻസ് ഇൻഡ് റോൾ നമ്പർ ആകുമ്പോൾ ടൈപ്പ് ഇൻഡ് ആണ് അല്ലേ? ക്യാറ് ഇതിനകത്ത് നമ്മളെ ക്യാറിനകത്ത് കൊടുക്കുക, നെയിം കൊടുക്കുക. അപ്പൊ നെയിം ഓഫ് 20 കൊടുത്തു. ദെൻ ഹൈറ്റ് ആകുമ്പോൾ ഫ്ലോട്ട് കൊടുക്കുക അല്ലെ? ഫ്ലോട്ട് ഹൈറ്റ് കൊടുത്തു. ക്ലിയർ? അപ്പൊ ഇതെന്താണ് 3 ടൈപ്സ് കൊടുത്തു. ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, യെസ്, ഇങ്ങനെ കറക്റ്റ് വരും കേട്ടോ. നെക്സ്റ്റ് നോക്കാം. Consider the following C++ code to store address of an integer variable to a pointer variable P. Int A is equal to 5 star P. P is equal to A COT P. Identify errors in the above program code segment errors. എന്താ മക്കളെ? ഇവിടെ P is equal to A എന്ന് കൊടുത്തേക്കുന്നു. P is equal to A എന്ന് കൊടുക്കാൻ സാധിക്കും മക്കളെ. P is equal to A എന്ന് കൊടുക്കാം. പക്ഷെ അത് A നമ്മൾ അറേ ആണെങ്കിൽ A എന്ന് കൊടുക്കാൻ പറ്റും. കാരണം ബേസ് അഡ്രസ് സ്റ്റോർ ആവും. പക്ഷെ P is equal to A എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. P is equal to ആൻഡ് A എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അഥവാ അഡ്രസ് ഓഫ് A എന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ കറക്റ്റ് റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മളെ വാല്യൂവിനെ നമുക്ക് തന്നെ ഒരു പോയിന്റിലോട്ട് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് അതിനകത്തുള്ള എറർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വേരിയബിൾ ഡിക്ലെയർ ഇൻസൈഡ് ദ ക്ലാസ് ഇസ് നോൺ ആസ് വേരിയബിൾ. നമ്മുടെ ഈ പറഞ്ഞ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എന്ന് വിളിക്കാം ഡേറ്റ മെമ്പർ എന്ന് വിളിക്കാം. ഇവിടെ ഒരു ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വരാറുള്ളത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് ക്ലാസ്? സ്ട്രക്ചറും ക്ലാസ്സിനും ഡിഫറൻസ് നമ്മൾ എന്തൊക്കെയാടാ? സ്ട്രക്ചറും ക്ലാസ്. സ്ട്രക്ചർ എന്താ മക്കളെ? ഇത് നമുക്കിത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് മെമ്പേഴ്സുകൾ. സ്ട്രക്ചർ എന്താ മക്കളെ? പബ്ലിക്കലി ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രക്ചർ ആണ് സ്ട്രക്ട് കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ നോർമലി ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാൻ ക്ലാസ്സിൽ, പക്ഷേ സ്ട്രക്ചറിലാണ് എന്തായിരിക്കും ഗ്രൂപ്പിംഗ് ഓഫ് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ക്ലാസിന്റെ സിൻടാക്സ്, സ്ട്രക്ചറിന്റെ സിൻടാക്സ്.
ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ അസോസിയേറ്റ് വിത്ത് ക്ലാസ് ആർ നോൺ ആസ് മെമ്പർ ഫംഗ്ഷൻ. കാരണം നമ്മുടെ ഈ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിനകത്താണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് മക്കളെ. എന്തൊക്കെയാടാ? നമ്മുടെ ക്ലാസ് എന്താണ്, ഈ പറഞ്ഞ ഡേറ്റയും ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്ന് വിളിക്കാം, മെമ്പർ ഫംഗ്ഷൻ എന്ന് വിളിക്കാം കേട്ടോ. നെക്സ്റ്റ്, ആക്സസ് ടു ഡേറ്റ റെസ്ട്രിക്റ്റഡ് ബൈ ദ ഫ്യൂച്ചർ ഈസ് നോൺ ആസ്. മറ്റൊരു ക്ലാസ്സസിനാണെങ്കിൽ നമുക്ക് ഡേറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെന്ത് വിളിക്കാം മക്കളെ? മറ്റൊരു മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അതിനെന്ത് വിളിക്കാം? ഡേറ്റ എൻക്യാപ്സുലേഷൻ. ഡേറ്റ എൻക്യാപ്സുലേഷൻ. ലേറ്റ് ബൈൻഡിങ് ഈസ് ഓൾസോ നോൺ ആസ് നമുക്ക് ഡൈനാമിക് ബൈൻഡിങ് എന്ന് വിളിക്കാം. വിച്ച് ഈസ് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ്. ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലാത്ത മക്കൾ ഇതിനകത്ത് ഏതാടാ? ഹൈബ്രിഡ് ആണോ, മൾട്ടിപ്പിൾ ആണോ, മൾട്ടി ലെവൽ ആണോ, മൾട്ടി ക്ലാസ് ആണോ മക്കളെ? ഓപ്ഷൻ ഡി, മൾട്ടി ക്ലാസ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ 2 ചാപ്റ്റേഴ്സ് വളരെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞ. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പഠിക്കുക. അപ്പോൾ ഇതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും സൂപ്പർ സിസ്റ്റി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.